ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോസിക്കെയർ സ്കിൻ വൈറ്റനിങ് ക്രീം, അതുപോലെ തന്നെ അവരുടെ തന്നെ സോപ്പ്, സെറം, ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. കോസിക്കെയർ ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കാം, ചില ആൾക്കാർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. കോസിക്കെയർ സ്കിൻ വൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത് 15 ഗ്രാമാണ് ആ ചെറിയ ട്യൂബ്. അതിന് 170 രൂപയാണ് എമൗണ്ട് വരുന്നത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കോജിക് ആസിഡ്, അർബൂട്ടിൻ, ഗ്ലൂട്ടത്തയോൺ, മൾബറി എക്സ്ട്രാക്ട്, പിന്നെ വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കോജിക് ആസിഡ് സ്കിൻ വൈറ്റനിങ്ങിന് ബെസ്റ്റാണ്. അതുപോലെ തന്നെ ഗ്ലൂട്ടത്തയോൺ സ്കിൻ വൈറ്റനിങ്ങിനുള്ളതാണ്. പിന്നെ ആൽഫ അർബ്യൂട്ടിൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൽഫ അർബ്യൂട്ടിൻ എന്ന് വെച്ചാൽ ഒരുപാട്, അതായത് പുറത്തുള്ള പ്രൊഡക്ട്സ്, അത് ഇന്ത്യൻ പ്രൊഡക്ട്സിൽ കുറവാണ്, പുറത്തുള്ള പ്രൊഡക്ട്സിൽ ഏറ്റവും കൂടുതൽ സ്കിൻ വൈറ്റനിങ്ങിന് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ആൽഫ അർബ്യൂട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതിലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതെല്ലാം തന്നെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ബ്രൈറ്റൻ ചെയ്യാനും ഞങ്ങളുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളിലൊക്കെ ഫെയ്ഡ് ചെയ്യാനും സ്കിൻ നല്ല മോയ്സ്ചറൈസിങ് ഗ്ലോവും തരാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അത് തന്നെയാണ് ഈ ക്രീമിൻ്റെ പ്രത്യേകതയും. അതുപോലെ തന്നെ ഈ ക്രീം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. മുഖം ചെറിയൊരു ഇളം ചൂടുവെള്ളം, അധികം ചൂടുവെള്ളം ഉപയോഗിക്കരുത്, സ്കിൻ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ക്രീം എടുത്തിട്ട് ഫേസിൽ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. ഫിംഗർ ടിപ്സ്, അതായത് വിരലുകളുടെ അറ്റം ഉപയോഗിച്ചിട്ട് വേണം നന്നായിട്ട് റൗണ്ട് ഷേപ്പിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഫിംഗർ ടിപ്പ് വെച്ച് മസാജ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും. മാത്രമല്ല നല്ല എല്ലാ ഭാഗത്തും ഒരുപോലെ സ്പ്രെഡ് ആവുകയും ചെയ്യും. ഇത് പെട്ടെന്ന് തന്നെ ബോഡിയിലേക്ക്, അതായത് സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്ന ക്രീം ആയതുകൊണ്ട് ഒരുപാട് നേരം മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും 1-2 മിനിറ്റ് മസാജ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നോർമലി നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ പൗഡറോ അല്ല വേറെ ക്രീംസോ, പൗഡർ, സൺസ്ക്രീൻ, ഇതെല്ലാം തന്നെ യൂസ് ചെയ്യാം. ഓൾറെഡി ഈ ക്രീമിൽ സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇത് രാത്രിയും ഇതുപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക. അതിനുശേഷം ക്രീം എടുക്കുക, അപ്ലൈ ചെയ്യുക. കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാവുന്നതാണ്. അതേപോലെ തന്നെ മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രീമിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ യൂസ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ സോപ്പാണ്. അത് കോസിക്കെയർ സ്കിൻ വൈറ്റനിങ് സോപ്പ്. അത് 75 ഗ്രാമാണ് ചെറിയൊരു പാക്ക് വരുന്നത്. 90 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഇത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിൽ വരുന്നത്. കോജിക് ആസിഡ്, അർബ്യൂട്ടിൻ, ഗ്ലൂട്ടത്തയോൺ, വിറ്റാമിൻ സി ആൻഡ് വിറ്റാമിൻ ഇ, ഇതൊക്കെ തന്നെയാണ്. ഇതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിനും ലൈറ്റനിങ്ങിനും വേണ്ടിയിട്ടാണ് ഈ സോപ്പ് യൂസ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ സോപ്പ് ഉപയോഗിച്ചിട്ട്, അതായത് ഞങ്ങൾ സാധാരണ ക്രീം യൂസ് ചെയ്യുമ്പോൾ മുഖം വാഷ് ചെയ്യില്ലേ, വാഷ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകിയിട്ട് വേണമെങ്കിൽ ക്രീം പുരട്ടാവുന്നതാണ്. അപ്പോൾ അവരുടെ സോപ്പിന് ഓൾറെഡി നല്ല രീതിയിൽ തന്നെ ഒരു റേറ്റിംഗ് ഉണ്ട്. ഓൺലൈനിലും കാര്യങ്ങളിലും ഇവരുടെ ക്രീമിനേക്കാളും അതുപോലെ തന്നെ സെറത്തിനേക്കാളും റേറ്റിംഗ് ഉള്ളത് സോപ്പിനാണ്. പിന്നെ ഇവരുടെ മെയിനായിട്ട് ഒരു വൈറ്റനിങ് സെറം, അത് അധികം നാളായിട്ടില്ല ലോഞ്ചായിട്ട്. ഇതിൻ്റെ തന്നെ കോസിക്കെയർ സ്കിൻ വൈറ്റനിങ് സെറമാണ്. അത് 30 ml ബോട്ടിലാണ്. 650 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേര ജെൽ, ഒലീവ് ഓയിൽ, കോജിക് ആസിഡ്, ഗ്ലൂട്ടത്തയോൺ, ആൽഫ അർബ്യൂട്ടിൻ, ഗ്ലിസറിൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രാവിലെ രാത്രിയും യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേരം യൂസ് ചെയ്യാവുന്നതാണ്. 1-2 തുള്ളി സെറം എടുക്കുക, മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫേസ് ക്രീമോ അതല്ല സൺസ്ക്രീൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല രാത്രി യൂസ് ചെയ്യുന്നതിന് മുഖം ജസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷം സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്യാം കോസിക്കെയറിൻ്റെ. അതിനുശേഷം സെറം യൂസ് ചെയ്യാം, മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാവുന്നതാണ്. ഈ സെറത്തിൻ്റെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കിൻ നല്ല ഗ്ലോ ചെയ്യാനായിട്ടും. പിന്നെ ചില ആൾക്കാർക്ക് സ്കിൻ ഉണ്ടാകുന്നൊരു മെയിൻ പ്രശ്നമാണ്
അൺഈവൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ട്, അതായത് ചിലപ്പോൾ നെറ്റിയിലൊരു കളറ് കവിളിലൊരു കളർ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. കവിളിൽ, താടിയിൽ, നെറ്റി, കണ്ണിനടിയിൽ പല പല കളർ വ്യത്യാസം ഉണ്ടാവും. അത് സ്കിൻ ടാനിങ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതിനെ മാക്സിമം നമുക്ക് സ്കിൻ ഒരുപോലെ സ്കിൻ കളർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സെറം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ 3 പ്രൊഡക്റ്റാണ് ഇപ്പോൾ നിലവിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ബൈ ബൈ.